ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ഇന്ന് പോകുന്നത് ഫോർമുല 1 കാർ റേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക്സ് ഫാക്ട്സ്, അതേപോലെ തന്നെ 2022-ലും 23-ലും ആരാണ് വിന്നേഴ്സ് എന്നുള്ളതും, അതേപോലെ മൊണാക്കോ GP, ഇറ്റാലിയൻ GP, ബ്രസീൽ, അങ്ങനെ കുറേ ഗ്രാൻഡ് പ്രിക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്താണെന്നും അതിലൊക്കെ ആരൊക്കെയാണ് വിജയിച്ചതെന്നും ഉള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഫോർമുല 1 കാർ റേസുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവേ ഈ എക്സാം SSC, റെയിൽവേക്ക്, അങ്ങനെ PSCക്കൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഈ സ്ഥലത്ത് വെച്ചുള്ള ഗ്രാൻഡ് പ്രിക്സ് അല്ലെങ്കിൽ കാർ ഓട്ട മത്സരത്തിൽ ആരാണ് വിജയിച്ചതെന്നും ഉള്ള ഒരു ചോദ്യമൊക്കെ ചോദിക്കാറുണ്ട്. പൊതുവേ ഒരു മാർക്കിനൊക്കെ ചോദിക്കാറുള്ളൂ. IAS ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ. അപ്പോൾ അത് എങ്ങനെ ഓർത്തിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് ഫാക്ട്സും 22-ലും 23-ലും വിന്നേഴ്സ് ആരാന്നുള്ളതാണ് നോക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഈ ഫോർമുല 1 എന്താണെന്നും ഉള്ള കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫോർമുല 1 പൊതുവെ ഷോർട്ടായിട്ട് നമ്മൾ എഴുതുന്നത് എങ്ങനെയാ വെച്ചാൽ, അല്ലെങ്കിൽ പൊതുവെ F1 എന്ന തരത്തിലാണ്. ഓക്കെ, F1 റേസ് എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ F2 റേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ F1 റേസ് എന്ന് പറഞ്ഞാൽ ഫോർമുല 1 റേസ് ആണ് നോക്കുക. ഇത് ആദ്യം നടത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ 1950-ലാണെന്ന് നോക്കാം. 1946-ഉം 47-ലും ഇത് നടന്നിട്ടുണ്ട്. പക്ഷേ ഒഫീഷ്യലി കുറച്ച് സെറ്റ് ഓഫ് റൂൾസ്, അത് അസോസിയേഷൻ അങ്ങനെയുള്ള റൂൾസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം ഒഫീഷ്യലി നടന്നത് 1950-ലാണ് നോക്കുക. പിന്നെ മൊത്തം 20 ഡ്രൈവർ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. ഒരു ടീമിൽ നിന്ന് 2 പേരാണ് പങ്കെടുക്കുന്നത് നോക്കുക. അതായത് ഒരു ടീമിൽ ഒരു 10 ടീമുകളുണ്ട് നോക്കുക. അത് ഇന്റർനാഷണൽ ഡി ഓട്ടോമൊബൈലാണ് നോക്കുക. ഓക്കെ, ഈ കോമ്പറ്റീഷന് ഫുട്ബോൾ ഗെയിംസിന് പൊതുവെ അംഗീകാരം അവരുടെ ഒരു അസോസിയേഷൻ ഉണ്ട്, ഫിഫ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഈ കാർ ഓട്ടോ മത്സരത്തിനുള്ള ഒരു അസോസിയേഷൻ, അതിനെ സാങ്ഷൻ ചെയ്യുന്നതാണ് ഫെഡറേഷൻ ഇന്റർനാഷണൽ ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞിട്ടുള്ള അസോസിയേഷൻ. ഈ ഫോർമുല 1-ലെ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. ഓക്കെ, ഈ ഇതിൽ എടുക്കുന്ന കാറും ആ ടീമും പാലിക്കുക ഒരു സെറ്റ് ഓഫ് റൂൾസ്, അല്ലെങ്കിൽ കുറച്ച് നിയമങ്ങളാണ്, ചട്ടങ്ങളാണ് ഈ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഫോർമുല 1 പൊതുവെ 22 സ്ഥലങ്ങൾ അല്ലെങ്കിൽ 22 രാജ്യങ്ങളിൽ വെച്ചിട്ട് നടത്താറുണ്ട്. അപ്പോൾ ഈ 20 രാജ്യങ്ങളിലും വെച്ച് നടത്തുന്ന ഒരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ കാർ ഓട്ട മത്സരത്തിൻ്റെ കുറച്ച് പരമ്പരയാണ്. ഈ പരമ്പരകളെയാണ് ഈ ഗ്രാൻഡ് പ്രിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് പല സ്ഥലത്തുണ്ട്. ഈ ഓസ്ട്രേലിയ, അതുപോലെ ഓസ്ട്രിയ, ബഹ്റൈൻ, മയാമി, അതുപോലെ മൊണാക്കോ, സ്പെയിൻ, കാനഡ, ഗ്രേറ്റ് ബ്രിട്ടൻ, ഹംഗറി, അതുപോലെ തന്നെ അതുപോലെ തന്നെ യുഎസ്, സിംഗപ്പൂർ, അങ്ങനെ വെച്ചിട്ട് കാറോട്ട മത്സരം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ കോമ്പറ്റീഷനും ഇതിൻ്റെ ഈ പരമ്പരയാണ് നമ്മൾ ഈ ഗ്രാൻഡ് പ്രിക്സ് എന്ന് പറയുന്നത്. ഇത് പൊതുവെ നമ്മളിപ്പോൾ ഓസ്ട്രേലിയയിൽ വെച്ച് നടത്തുകയാണെങ്കിൽ അതിനെയും നമ്മൾ ഗ്രാൻഡ് പ്രിക്സ് കൂട്ടിയിട്ടാണ് നമ്മൾ പറയുക, അതായത് ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ്. സോ ഈ കാറോട്ട മത്സരത്തിൻ്റെ പരമ്പരയാണ് നമ്മൾ ഗ്രാൻഡ് പ്രിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 22 രാജ്യത്ത് വെച്ച് നമ്മൾ നടത്തുന്നുണ്ട്. ഈ 22 രാജ്യത്തും ആരൊക്കെ കോമ്പറ്റീഷൻ ചെയ്യും നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ 22 സ്ഥലം ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. സോ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് നോക്കാം. അതേപോലെ തന്നെ പൊതുവെ ഈ ഓരോ കോമ്പറ്റീഷനിലും ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 22 രാജ്യത്തും വെച്ച് നടക്കുന്ന ഓരോരുത്തരാണ് ജയിക്കുന്നതെങ്കിൽ നമുക്കിത് നോക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. എന്തുകൊണ്ടാണുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കിയാൽ അതിനെപ്പറ്റി അറിയാം. സോ ഫോർമുല 1 എന്ന് പറയുന്ന F1 1950-ലാണ് തുടങ്ങിയത്. 20 ഡ്രൈവർ
10 ടീം ഇന്റർനാഷണലി ഓട്ടോമൊബൈലാണ് ഇതിനെ സാങ്ഷൻ കൊടുക്കുന്നത് നോക്കുക. ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണെന്ന് നോക്കുക. അതേപോലെ ഇതിനെ ഈ പരമ്പരേനെയാണ് നമ്മൾ ഗ്രാൻഡ് പ്രിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 2020 ആരൊക്കെയാണ് ജയിച്ചത് നമുക്ക് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 ആൾക്കാരെ നമുക്ക് നോക്കണം. 1 സെർജിയോ പെരസ്, 2 കാർലോസ് സെയിൻസ്, 3 ചാൾസ് ലെക്ലർക്ക്, അതേപോലെ തന്നെ 5 മാക്സ് വെർസ്റ്റപ്പൻ. ഇവരാണ് ഈ 2022 ടൈറ്റിൽ നേടിയ ആൾക്കാർ. ഈ ഇതിൽ പെട്ടത് ഈ സെർജിയോ പെരസ്, അതേപോലെ തന്നെ കാർലോസ് സെയിൻസ്, പിന്നെ മാക്സ് വെർസ്റ്റപ്പൻ. ഇവർ മൂന്നുമാണ് ഇതിൽ മെയിൻ ആൾക്കാർ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കിയാൽ പറയാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ 2022 ഇവരെ ഈ 5 പേര് എവിടേക്കാണ് ജയിച്ചതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് സെർജിയോ പെരസ് ആണ്. ഈ സെർജിയോ പെരസ് സിംഗപ്പൂരിൽ വെച്ച് നടന്നതും മൊണാക്കോയിലും വരുന്നതിലും ടൈറ്റിൽ നേടിയത് സെർജിയോ പെരസ് ആണ് നോക്കാം. അതായത് സെർജിയോ പെരസ് സിംഗപ്പൂരും അതുപോലെ തന്നെ മൊണാക്കോയിലും നടന്നത് സെർജിയോ പെരസ് ആണ് ജയിച്ചതെന്ന് നോക്കാം. ഗ്രേറ്റ് ബ്രിട്ടനിലാണെങ്കിൽ അത് കാർലോസ് സെയിൻസ് ആണ് നോക്കാം. പിന്നെ ബ്രസീലിൽ വെച്ച് നടന്നതിലാണെങ്കിൽ അത് റസലാണെന്ന് നോക്കാം. ഓക്കെ. അതേപോലെ തന്നെ ഓസ്ട്രേലിയ, ബഹ്റൈൻ, ഇത് മൂന്നിടത്തും ജയിച്ചത് ചാൾസ് ലെക്ലർക്ക് ആണെന്ന്. സോ സിംഗപ്പൂരും മൊണാക്കോ, ബ്രിട്ടനിൽ വെച്ച് ജയിച്ചത് കാർലോസ് സെയിൻസ് നോക്കാം. അതുപോലെ റസൽ നോക്കാം. ഓസ്ട്രേലിയ, ബഹ്റൈൻ, ഇവിടെ ലെക്ലർക്കാണ് ജയിച്ചതെന്ന് നോക്കാം. സോ ഇത്രയും നോക്കുമ്പോൾ തന്നെ സിംഗപ്പൂർ 1, 2, 3, ബ്രസീൽ 4, ഓസ്ട്രേലിയ 5, ഓസ്ട്രേലിയ 6, ബഹ്റൈൻ 7. അങ്ങനെ ഈ 7 എണ്ണം 4 ആൾക്കാർ ജയിച്ചിട്ടുണ്ട്. അതായത് സിംഗപ്പൂർ മൊണാക്കോയിലാണെങ്കിൽ സെർജിയോ പെരസ്, ബ്രിട്ടൻ്റെ ആണെങ്കിൽ കാർലോസ് സെയിൻസ്, ബ്രസീൽ റസൽ, ഓസ്ട്രേലിയ, ബഹ്റൈൻ ചാൾസ് ലെക്ലർക്ക്. അപ്പോൾ ഇതിൽ ഈ 7 ടൈറ്റിൽ 4 എണ്ണം ഓരോ വ്യക്തികളാണ് നേടിയിരിക്കുന്നത്. ബാക്കി ഈ നമ്മൾ ആദ്യം പറഞ്ഞു 22 GP ഗ്രാൻഡ് പ്രിക്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 7 എണ്ണം കഴിഞ്ഞു. ബാക്കിയുള്ള 15 എണ്ണം വെർസ്റ്റപ്പനാണെന്ന് നോക്കി വെച്ചാൽ. അപ്പോൾ ഈ 15 എണ്ണത്തിൻ്റെ ആരൊക്കെ ഏതൊക്കെ സ്ഥലത്ത് വെച്ചിട്ടാണ് മാക്സ് വെർസ്റ്റപ്പൻ ജയിച്ചത് നമ്മുടെ ആവശ്യമില്ല. സോ നമുക്ക് ആകെ കൂടി നോക്കണം. 2022 സെർജിയോ പെരസ് നേടിയത് സിംഗപ്പൂർ മൊണാക്കോ നോക്കുക. ബ്രിട്ടനിലാണെങ്കിൽ കാർലോസ് നോക്കുക. ബ്രസീലിലാണെങ്കിൽ റസലാണ് നോക്കുക. ഓസ്ട്രേലിയ, ബഹ്റൈൻ ആണെങ്കിലോ ചാൾസ് ലെക്ലർക്ക് ആണെങ്കിൽ നോക്കുക. ബാക്കി ഏത് GP ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാക്സ് വെർസ്റ്റപ്പൻ ആണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ 2023 നോക്കാം. 2023 നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ, അതായത് മാക്സ് വെർസ്റ്റപ്പൻ, സെർജിയോ പെരസ്, കാർലോസ് സെയിൻസ്, ഇവർ മൂന്നുമാണ് പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2023 10 GP നേടിയത് മാക്സ് വെർസ്റ്റപ്പൻ ആണെന്ന് നോക്കിയാൽ മതി. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണ്ട. ബാക്കിയുള്ളത് നമുക്ക് 3 എണ്ണം നമുക്ക് നോക്കിയാൽ മതി. അതായത് സൗദി, അസർബൈജാൻ, സിംഗപ്പൂർ. സൗദിയും അസർബൈജാനും നേടിയത് സെർജിയോ പെരസാന്ന് നോക്കിയാൽ മതി. ഇവിടെ സെർജിയോ പെരസിൻ്റെ S ആണ്. ആ S ആണ് എന്താകണ്ട S. അപ്പോൾ സെർജിയോ പെരസാണ് സൗദി, അതേപോലെ തന്നെ അസർബൈജാനും നേടിയത് ഇദ്ദേഹമാണെന്ന് നോക്കിയാൽ മതി. പിന്നെ ഉള്ളത് സിംഗപ്പൂരാണ്. സിംഗപ്പൂർ ജയിച്ചത് കാർലോസ് സെയിൻസ് ആണെന്ന് നോക്കിയാൽ മതി. സോ അതേപോലെ തന്നെ അസർബൈജാനും നേടിയത് സെർജിയോ പെരസും, അതേപോലെ തന്നെ സിംഗപ്പൂർ നേടിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർലോസ് സെയിൻസ് ആക്കിയാൽ മതി. സോ ബാക്കി ഈ 3 എണ്ണം വെച്ച് ബാക്കിയുള്ള 19 എണ്ണം മാക്സ് വെർസ്റ്റപ്പനാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ 22-ലും 23-ലും നമുക്ക് നോക്കാനുള്ള ആകെ കൂടി കുറച്ചുള്ളൂ. മാക്സ് വെർസ്റ്റപ്പൻ 2022-ലാണെങ്കിൽ 15 GP, 23-ലാണെങ്കിൽ 19 GP. ബാക്കിയുള്ള ഇത് ഒഴിച്ചിട്ടുള്ള 22-ലാണെങ്കിൽ 7 എണ്ണം നോക്കിയാൽ മതി. 23-ലാണെങ്കിൽ 3 എണ്ണം നോക്കിയാൽ മതി. 23-ലാണെങ്കിൽ സൗദി, അസർബൈജാൻ, സെർജിയോ പെരസ്, അതേപോലെ തന്നെ സിംഗപ്പൂർ ആണെങ്കിൽ കാർലോസ് സെയിൻസ് ആണ് നോക്കിയത്. ഈ ഇരിക്കുന്നതാണ് നമ്മുടെ മാക്സ് വെർസ്റ്റപ്പൻ. ഓക്കെ. ഏത് രാജ്യക്കാരാണെന്ന് കൂടി നമുക്ക് നോക്കാം. മാക്സ് വെർസ്റ്റപ്പൻ ആണെങ്കിൽ ബെൽജിയം ഡച്ചുകാരനാണ്. ഓക്കെ. അദ്ദേഹത്തിൻ്റെ ടീം എന്ന് പറഞ്ഞാൽ റെഡ് ബുള്ളാണ്. അതേപോലെ തന്നെ ഈ സെർജിയോ പെരസും ഇദ്ദേഹത്തിൻ്റെ ടീം തന്നെയാണ്, റെഡ് ബുള്ളിൻ്റെ മെക്സിക്കോക്കാരാണ് നോക്കുക. അതേപോലെ തന്നെയാണ് കാർലോസ് സെയിൻസും സിംഗപ്പൂർ നേടിയ അദ്ദേഹം സ്പെയിൻകാരനാണ്, ഫെറാറിൻ്റെ ടീം ആണെന്നും കൂടി നോക്കുക.
സോ മാക്സ് വെർസ്റ്റപ്പൻ ബെൽജിയം ഡച്ചുകാരനാണ്, റെഡ് ബുളിൻ്റെ ടീമാണ്. അതേപോലെ തന്നെ റെഡ് ബുളിൻ്റെ മറ്റേ ഡ്രൈവറാണ് സെർജിയോ പെരസ് നോക്കുക, അദ്ദേഹം മെക്സിക്കോക്കാരനാണ്. അതേപോലെ തന്നെ മൂന്നാമത്തെയാണ് കാർലോസ് സൈൻസ്, അദ്ദേഹം സ്പെയിൻകാരനാണ്, ഫെറാറിൻ്റെ താരമാണെന്ന് കൂടി നോക്കുക. ഫെറാറിൻ്റെ എന്ന ചിത്രം താഴ്ന്ന കുതിര, ചാടാൻ വേണ്ടി നിൽക്കുന്ന ഒരു തരം കുതിര. അപ്പോൾ ഈ മാക്സ് വെർസ്റ്റപ്പനെ നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം ജനിച്ചതെന്നു ചോദിച്ചാൽ സെപ്റ്റംബർ 30, 1997 നോക്കാം. ഓക്കെ, സെപ്റ്റംബർ 30, 1997. ഇദ്ദേഹത്തെ പറ്റി നോക്കാനുള്ള കാരണം എന്താ വെച്ചാൽ 2021, 22, 23 മൂന്നിലും ടൈറ്റിൽ നേടിയത് ആരാന്ന് ചോദിച്ചാൽ മാക്സ് വെർസ്റ്റപ്പൻ ആണെന്ന് നോക്കിയാൽ. ബെൽജിയം ഡച്ചുകാരനാണ്. ഓക്കെ, ബെൽജിയം ഡച്ചുകാരനാണ്. അതേപോലെ തന്നെ റെഡ് ബുളിൻ്റെ താണ്. 2021, 22, 23 ടൈറ്റിൽ എഴുതിയിട്ടുണ്ട്. സെപ്റ്റംബർ 30, 1997 മൂപ്പര് ജനിച്ചതെന്നും കൂടി നോക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കിടക്കാം, MCQയിലേക്ക് കിടക്കാം. അതിന് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിൽ പുതിയ പുതിയ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മുഖ്യമന്ത്രിമാരുമായിട്ടുള്ള ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബഡ്ജറ്റ് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫെബ്രുവരിയിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ലേറ്റസ്റ്റ് വീഡിയോസാണ്. അതേപോലെ തന്നെ ജനുവരിയിലെ ഇമ്പോർട്ടൻ്റ് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോസിൽ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ്, ഫോർമുല 1 ഇസ് സാങ്ഷൻഡ് ബൈ വിച്ച് അതോറിറ്റി എന്നാണ്. അതായത് ഫോർമുല 1 ഏത് അതോറിറ്റിയാണ് അനുവദിച്ചിരിക്കുന്നതാണ്. ഓപ്ഷൻ FIA, ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഓട്ടോമൊബൈൽ. B, WMSA, വേൾഡ് മോട്ടോർ സ്പോർട്സ് അസോസിയേഷൻ. C, MS, അസോസിയേഷൻ ഓഫ് മോട്ടോർ സ്പോർട്സ് റേസിംഗ്. D, IFMS, ഫെഡറേഷൻ ഓഫ് മോട്ടോർ സ്പോർട്സ്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഏത് അതോറിറ്റിയാണ് ഇതിനെ സാങ്ഷൻ ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, FIA, ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഓട്ടോമൊബൈൽ. അടുത്ത ഇന്നോഗ്രൽ സീസൺ ഓഫ് ഫോർമുല 1 ഉദ്ഘാടന സീസൺ നടന്നത് ഏത് വർഷമാണെന്ന്. ഓപ്ഷൻ എ 1950, ഓപ്ഷൻ ഡി 1953, ഓപ്ഷൻ സി 1960, ഓപ്ഷൻ 7. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1950. എന്നാൽ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്, അത് 1946, 47 കാലഘട്ടത്തിലാണ്. അന്ന് ഈ FIA എന്ന് പറഞ്ഞ സംഘടനയും ഇതൊന്നും ഇല്ലായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ഒഫീഷ്യലായിട്ട് നടന്നാന്ന് ചോദിച്ചാൽ അത് 1950 എന്ന് നോക്കാം. അടുത്തത്, വിന്നർ ഓഫ് F1 റേസ് റിസീവ്സ് ഹൗ മെനി പോയിന്റ്. ഒരു F1 റേസിൽ വിജയിക്ക് എത്ര പോയിന്റ് ലഭിക്കുന്നതാണ്. ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 25, ഡി 30. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 25 പോയിന്റ്സ്. അടുത്താണ്, വിച്ച് ട്രാക്ക് ഹെൽഡ് ദ ഫസ്റ്റ് F1 റേസ്. ആദ്യത്തെ F1 റേസ് നടന്ന ട്രാക്ക് ഏതാണെന്നാണ്. ഓപ്ഷൻ എ സിൽവർ സ്റ്റോൺ, ഓപ്ഷൻ ബി ബുദ്ധ സർക്യൂട്ട് ഇന്ത്യ, ഓപ്ഷൻ സി ആൽബർട്ട് പാർക്ക് ഓസ്ട്രേലിയ, ഓപ്ഷൻ ഡി ഷാങ്ഹായ് നാഷണൽ സർക്യൂട്ട് ചൈന. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സിൽവർ സ്റ്റോൺ ബ്രിട്ടൻ ആണ് നോക്കുക. അടുത്ത, വാട്ട് ഡസ് ദ റെഡ് ഫ്ലാഗ് ഡ്യൂറിങ് F1 റേസ് ഇൻഡിക്കേറ്റ്. ഫോർമുല, അതായത് നമുക്കറിയാം ഫുട്ബോളിൽ റെഡ് കാർഡും ഉണ്ട്, അതേപോലെ തന്നെ യെല്ലോ കാർഡും ഉണ്ട്. അപ്പോൾ ഓരോ കാർഡിനും ഓരോ പർപ്പസാണ്. അതേപോലെ തന്നെ F1 റേസിലെ റെഡ് ഫ്ലാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ്. ഓപ്ഷൻ എ, ദ റേസ് ഹാസ് ബീൻ സ്റ്റോപ്പ്. ഓപ്ഷൻ ബി, ദർ ഹാസ് ബീൻ ആൻഡ് അപ്പ് ഹെഡ്. ഓപ്ഷൻ സി, സേഫ്റ്റി കാർ ഈസ് ഔട്ട് ഓൺ ട്രാക്ക്. ഓപ്ഷൻ ഡി, സം ഹാസ് വോൺ ദ റേസ്. സോ കറക്റ്റ് ആൻസർ ദ റേസ് ഹാസ് ബീൻ സ്റ്റോപ്പ്. ഇത് ഉദ്ദേശിക്കുന്ന അതാണല്ലോ, നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ F1 റേസിൽ റെഡ് ഫ്ലാഗ് ഉപയോഗിക്കുന്നതെന്ന് ഓർക്കുക. അടുത്താണ്, ആഫ്റ്റർ ഫിനിഷിംഗ് ഓഫ് എ റേസ് പോയിന്റ്സ് ആർ ഗിവൺ ടു ഡാഷ്. അപ്പോൾ ഒരു റേസ് കഴിഞ്ഞ് അതിൻ്റെ പോയിന്റ്സ് ആർക്കാണ് കൊടുക്കുന്നതെന്നാണ്. ഓപ്ഷൻ ഡ്രൈവർക്ക്, ഓപ്ഷൻ ബി റേസ് ടീമിന്, ഓപ്ഷൻ സി റേസ് ടീം ആൻഡ് ഡ്രൈവർ, ഓപ്ഷൻ ഡി ഓണർ ഓഫ് ദ. കറക്റ്റ് ആൻസർ റേസ് ടീം ആൻഡ് ദ ഡ്രൈവർ. അതായത് റേസ് ടീമിനും കൊടുക്കുന്നുണ്ട്, അതേപോലെ ഡ്രൈവർക്കും പോയിന്റ്. ഡ്രൈവർ യൂഷ്വൽ പോയിന്റും കിട്ടുന്നുണ്ട്, അതോടൊപ്പം തന്നെ ടീം, ഇപ്പോൾ റെഡ് ബുൾ ആയിക്കോട്ടെ ഫെറാറി ആയിക്കോട്ടെ അവർക്കും സെപ്പറേറ്റ് പോയിന്റ് കിട്ടും. അടുത്താണ്, വെൻ വാസ് ദ ഫസ്റ്റ് F1 റേസ്. ആദ്യത്തെ F1 റേസ് നടന്നത് എന്നാണെന്നാണ്. ഓപ്ഷൻ എ 1947, ഓപ്ഷൻ ബി 1950, ഓപ്ഷൻ സി 1960, ഓപ്ഷൻ ഡി 1955.
സോ കറക്റ്റ് ആൻസർ 1940 ആദ്യം പറഞ്ഞു. ഒഫീഷ്യൽ നടന്നത് 1950 ആണ്. എന്നാൽ ഫസ്റ്റ് അതിന് മുമ്പ് നടന്നത് എന്നാന്ന് ചോദിച്ചാൽ 1947 നോക്കുക. അടുത്ത ഹൗ മെനി കാർസ് ആർ അലൗഡ് ഇൻ ട്രാക്സ് ബൈ എനി വൺ റേസ് ടീമിന് ട്രാക്കിൽ എത്ര കാറുകൾ അനുവദിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അതായത് മൊത്തം 10 ടീം ഉണ്ട്. 10 ടീം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്ന്, അതുപോലെ തന്നെ 20 ഡ്രൈവർമാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ടെന്ന്. അതായത് ഒരു ടീമിൽ നിന്നും എത്ര ആൾക്ക് ഇതിൽ എത്ര കാർ ഉണ്ടെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 2. അതെ, എല്ലാം സിംഗിൾ സീറ്റ് കാറാണല്ലോ. അപ്പോൾ ഒരു ടീമിൽ നിന്നും 2 കാർ, അതായത് 2 ഡ്രൈവർമാർ ഉണ്ടാവും. അടുത്താണ് ഇൻ വിച്ച് ഇന്ത്യൻ സിറ്റി വാസ് ദ ഫസ്റ്റ് F1 റേസ് ഹെൽഡ്? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. SSC 2020 CPO 2020, അതായത് SSC CPO 2022 ചോദിച്ച ചോദ്യമാണ്. ഇൻ വിച്ച് ഇന്ത്യൻ സിറ്റി വാസ് ദ ഫസ്റ്റ് F1 റേസ്? ഇന്ത്യയിലെ ഏത് സിറ്റിയിൽ വെച്ചാണ് ആദ്യത്തെ F1 റേസ് നടന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ഡൽഹി, ഓപ്ഷൻ സി ഫരീദാബാദ്, ഓപ്ഷൻ ഡി ഗ്രേറ്റർ നോയിഡ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഗ്രേറ്റർ നോയിഡയിൽ വെച്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ F1 റേസ് നടന്നതെന്ന് നോക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്ക് നോക്കാം. ഇന്ത്യയിൽ എന്നാ നടന്നതെന്ന് ചോദിച്ചാൽ 2011 ഒക്ടോബർ 30 നടന്നതെന്ന് നോക്കുക. അതിൽ സെബാസ്റ്റ്യൻ വെറ്റലാണ് വിജയി നോക്കുക. ആ ട്രാക്ക് സർക്യൂട്ട്, അതായത് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതാണ്, നമ്മളെ ഒരു ട്രാക്ക് ഉണ്ടാവുമല്ലോ ഓട്ട മത്സരം, അതിൻ്റെ ദൈർഘ്യം എത്രയാണെന്ന് ചോദിച്ചാൽ 5.125 കിലോമീറ്റർ ആണെന്ന് നോക്കുക. അത് ഡിസൈൻ ചെയ്ത ആരാന്ന് ചോദിച്ചാൽ ഹർമൻ ടിൽക്കാണ് കൂടി നോക്കുക. സോ 2011 ഒക്ടോബർ 30 ഇന്ത്യയിൽ വെച്ച് നടന്നത്. ഗ്രേറ്റർ നോയിഡയിൽ വെച്ചാണ് നടന്നത്. സെബാസ്റ്റ്യൻ വെറ്റൽ ജയിച്ചത്. 5.125 ദൈർഘ്യം. ഹർമൻ ടിൽക്കാണ് ഡിസൈൻ കൂടി നോക്കുക. അടുത്താണ് കുറച്ച് ബേസിക് കാര്യങ്ങളാണ്. അതായത് നമ്മൾ പറഞ്ഞു ഈ കാർലോസ് സൈൻസ് ഏത് ടീമാണെന്ന് ചോദിച്ചാൽ ഫെറാറിൻ്റെ നമ്മൾ പറഞ്ഞു. ഈ ഫെറാറിൻ്റെ കളിക്കാരനായിട്ടുള്ള ഡ്രൈവറായിട്ടുള്ള ഈ ഫെറാറിൻ്റെ സിമ്പിളുണ്ട്, അതാണ് ഈ പ്രാൻസിങ് ഹോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. അതായത് കുതിച്ചു കയറുന്ന കുതിര എന്നാണ് പറയുന്നത്. അതായത് ചാടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കുതിര, അതാണ് ഈ ഫെറാറിൻ്റെ സിമ്പിൾ എന്ന് ഓർക്കുക. സോ അടുത്തത് ഇറ്റാലിയൻ മോട്ടോർ റേസിംഗ് ഫാൻസ് ആണ് നോൺ ആസ് ടിഫോസി. അതായത് ഇറ്റാലിയയിലെ മോട്ടോർ റേസിങ്ങിൻ്റെ ഫാൻസിനെ വിളിക്കുന്ന പേരാണ് ടിഫോസി എന്ന് ഉള്ളത്. അതേപോലെ തന്നെ ഈ ഫോർമുല 1 ബന്ധപ്പെട്ടുള്ള ഈ KERS എന്താണ്? കൈനറ്റിക് എനർജി റിക്കവറി സിസ്റ്റം ആണെന്നും കൂടി നോക്കാം. ഓക്കെ, കൈനറ്റിക് എനർജി റിക്കവറി സിസ്റ്റം. അതേപോലെ തന്നെ BAR എന്ന് F1 ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് അമേരിക്കൻ റേസിംഗ് എന്നാണ്. അടുത്താണ് ബ്രൈറ്റ് യെല്ലോ ഫ്ലാഗ്. ഇതിനെ സൂചിപ്പിക്കുന്നതാണ് ദർ ഈസ് എ ഹസാർഡ് അപ്പ് ഹെഡ് ആൻഡ് ഡ്രൈവേഴ്സ് ടു അപ്രോച്ച് വിത്ത് കോഷൻ. അതായത് നമ്മൾ പറഞ്ഞു റെഡ് ഫ്ലാഗ് ഉപയോഗിക്കുന്ന എന്തിനാണ്? കളി നിർത്താൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ബ്രൈറ്റ് യെല്ലോ ഫ്ലാഗ് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഒരു മുറിവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രൈറ്റ് യെല്ലോ ഫ്ലാഗ് ഉപയോഗിക്കുന്നത് നോക്കുക. അടുത്താണ് ആദ്യത്തെ രാത്രി കാലത്ത് വെച്ചിട്ട് ഒരു F1 റേസ് ചോദിച്ചാൽ സിംഗപ്പൂരാണ് കൂടി നോക്കും. അതേപോലെ തന്നെ ഈ F1 റേസിൽ പൊതുവെ ഒരു ഡ്രൈവർ 600 തവണ അവരെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നു. സോ ഫെറാറിൻ്റെ സിമ്പിൾ എന്താ നോക്കാം. ഇറ്റാലിയൻ ഫാൻസിനെ വിളിക്കുന്ന പേരെന്താണ്? ടിഫോസി എന്നാണ്. അതേപോലെ തന്നെ KERS എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി റിക്കവറി സിസ്റ്റം എന്നാണ്. അതേപോലെ തന്നെ BAR എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് അമേരിക്കൻ റേസിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ബ്രൈറ്റ് യെല്ലോ ഫ്ലാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു അപകട സൂചന നിങ്ങൾ സൂക്ഷിച്ചു പോകണം എന്ന് പറഞ്ഞിട്ട്. രാത്രികാലത്ത് ആദ്യമായിട്ട് നടത്തുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ സിംഗപ്പൂരാണ് നോക്കുക. അതുപോലെ തന്നെ 3600 തവണയെങ്കിലും F1 റേസേഴ്സ് അവരുടെ ഗിയേഴ്സ് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളതും കൂടി നോക്കി നോക്കാം. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫോർമുല 1 ബന്ധപ്പെട്ടുള്ള കാര്യം. ഇതൊന്നും 1 മാർക്കാണ്. അത് 1 മാർക്കുള്ള ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിക്കുള്ളൂ. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പാണ്. അല്ലാതെ 0.33 മൈനസ് നമ്മൾ ഓർത്ത് രീതിക്ക് നമ്മളിത് പഠിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പം ഓർക്കാനും പറ്റും. 1 മാർക്ക് നമുക്ക് ഈസിയായിട്ട് നേടാനും പറ്റും. ഇല്ലാണ്ടെങ്കിൽ നമുക്ക് മൈനസ് അടിക്കും. സോ
ഇതാണ് നമുക്ക് F1 ബന്ധപ്പെട്ട് പറയാനുള്ള മാക്സിമം ഇത്രയേ ഉള്ളൂ. ഇതിനപ്പുറം ഒന്നുമില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോയിൽ നമുക്ക് പിന്നീട് കാണാം.